മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ തന്റെ കഥാപാത്രമായി ഇട്ടിക്കോരയായി സങ്കല്പിക്കാനാവില്ല. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കോരപ്പാപ്പനായിട്ട് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ലെന്ന്. മമ്മൂക്കയല്ലാതെ മറ്റൊരാൾക്കും കോരപ്പാപ്പനായിട്ട് അഭിനയിക്കാനും പറ്റില്ല. മമ്മൂട്ടിയുടെ പ്രായം ഒരു വിഷയമല്ല. സിനിമയാക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല. മമ്മൂട്ടി അല്ലാതെ മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹത്തിനുള്ള അടുപ്പം കൊണ്ടാവും അങ്ങനെ തോന്നുന്നത്. ഇട്ടിക്കോരയുടെ ആദ്യ വായനക്കാരിൽ ഒരാളാണ് മമ്മൂക്ക. അദ്ദേഹം പുസ്തകം ഒന്നിൽ കൂടുതൽ തവണ വായിച്ചിട്ടുണ്ട്. അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അയാളൊരു രൂപത്തിന്റെ ഉപരി ആ കഥാപാത്രത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്നും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ടി.ഡി. രാമകൃഷ്ണൻ പറഞ്ഞു. കേരള രജിസ്ട്രേറ്റഡ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ടി.ഡി. രാമകൃഷ്ണന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര. ലോകത്തിലുള്ള എന്ത് കച്ചവടവും ചെയ്യാനുള്ളതാ എന്ന് വിശ്വസിക്കുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ കഥയാണ് നോവൽ പറയുന്നത്. 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും കുന്നംകുളത്ത് ജീവിച്ച ഇട്ടിക്കോര ആരായിരുന്നുവെന്ന് അറിയാൻ അയാളുടെ അനന്തര തലമുറയിൽപ്പെട്ട നരഭോജികളായ മറ്റൊരു ഇട്ടിക്കോരെ ശ്രമിക്കുന്നതിലൂടെയാണ് നോവൽ വികസിക്കുന്നത്. നോവലിന്റെ പല വായനക്കാരും സോഷ്യൽ മീഡിയയിൽ ഇട്ടിക്കോരെ അവതരിപ്പിക്കേണ്ടത് മമ്മൂട്ടിയാണെന്നും പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങിയ ഹൊറർ ചിത്രമായ ബ്രഹ്മയുഗത്തിനു വേണ്ടി സംഭാഷണം എഴുതിയത് ടി.ഡി. രാമകൃഷ്ണൻ ആയിരുന്നു. ബ്രഹ്മയുഗത്തോടനുബന്ധിച്ച് ആരാധകർ നടത്തിയ പല സംവാദങ്ങളിലും ഫ്രാൻസിസ് ഇട്ടിക്കോര സിനിമയാകേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയായിരുന്നു. നോവൽ സിനിമാ രൂപത്തിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാകും എന്നും ടി.ഡി. രാമകൃഷ്ണൻ പറയുകയും ചെയ്തു.